രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ ക്രൈംബ്രാഞ്ച് ഇരകൾക്ക് വേണ്ടി ഇരുട്ടിൽ തപ്പുകയാണ്. ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്ന് പറയുന്ന യുവതികളെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. 18 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള ആളാണ് ഇരയായതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തെന്നും നേരിട്ട് പരാതിക്കാരില്ലെന്നും തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇരയുടെ കോളത്തിൽ ഒരാളുടെ സൂചന മാത്രമാണുള്ളത്. അതായത് ആരാണ് ഇരയെന്ന് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രാഹുലിനെതിരെ പരാതി നൽകിയതിൽ ഒരു ഇര പോലും ഇല്ലെന്നതാണ് വസ്തുത. ഗർഭചിത്രം നടത്തിയ യുവതികളെ അന്വേഷണ ഉദ്യോഗസ്ഥർ വൈകാതെ നേരിൽ കാണുമെന്നാണ് സൂചന. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിന്റെ എഫ്ഐആർ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരിട്ട് പരാതിക്കാരില്ലാത്ത കേസാണ്. 5 പേരുടെ പരാതികളിലാണ്. പക്ഷേ ഈ നേരിട്ട് പരാതിക്കാരെന്ന് പറഞ്ഞാൽ ഇരകളുടെ പരാതി ലഭിച്ചിട്ടില്ല. പക്ഷേ 5 പേരുടെ പരാതികളുണ്ട്. 5 പേരെ മൂന്നാം കക്ഷികളാക്കിക്കൊണ്ടാണ് ഈ എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത 78(2), 351, പോലീസ് ആക്ട് 120 എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ എഫ്ഐആർ കഴിഞ്ഞ ദിവസം കോടതിയിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചു. സ്ത്രീകളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് സന്ദേശമയച്ചു, ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആർ പറയുന്നു. ഈ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം കേസ് അന്വേഷിക്കുന്നത്. ഇതിൽ ഇരകളുടെ അടക്കം മൊഴിയെടുക്കാനുള്ള ശ്രമങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഈ അന്വേഷണ സംഘം യോഗം ചേർന്ന് ഏതൊക്കെ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടെന്ന കാര്യത്തിൽ ഏകദേശം ധാരണയായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു പരാതിക്കാരന് കൂടി ക്രൈംബ്രാഞ്ച് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. പരസ്യ വെളിപ്പെടുത്തൽ നടത്തിയ യുവതികളിൽ ഒരാൾ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ കാരണം പരാതിയുമായി മുന്നോട്ട് പോകാൻ നിയമ നടപടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു എന്ന വസ്തുതയാണ്. പക്ഷേ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തനിക്ക് താല്പര്യമില്ല എന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. ഗർഭചിത്രം നടത്തിയ 2 യുവതികളുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ കണ്ടെത്തിയിരുന്നു. ആ 2 പേരിൽ നിന്നും മൊഴിയെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. അവർ 2 പേരും പരാതിയിൽ ഉറച്ചു നിൽക്കുന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. വൈകാതെ ഈ യുവതികളെ നേരിൽ കണ്ട് ഇതിന്റെ വസ്തുതകൾ ചോദിച്ചറിയാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഓണ അവധിക്ക് ശേഷമാകും ഈ കേസിന്റെ തുടരന്വേഷണം ഒരു പുതിയ തലത്തിലേക്ക് കടക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരാതിക്കാരിൽ നിന്ന് നേരിട്ട് മൊഴിയെടുക്കുക, അവരുടെ പരാതി ഉണ്ട് എന്ന് ഉറപ്പിക്കുക. ഇതാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നിലെ വെല്ലുവിളി. അതിനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഇതിനിടെ കൂടുതൽ പരാതികൾ രാഹുലിനെതിരെ വരുമെന്ന സൂചനകളും ആഭ്യന്തര വകുപ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ട്.